ഗുഡ് മോർണിംഗ് കുട്ടികളെ. റീഗൽ ആക്മി കോളേജിന്റെ പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് അറ്റോമിക് സ്ട്രക്ചർ. കെമിസ്ട്രിയിലെ മൊഡ്യൂൾ 2 അറ്റോമിക് സ്ട്രക്ചർ ആണ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന സെക്കൻഡ് ചാപ്റ്റർ അറ്റോമിക് സ്ട്രക്ചർ. നമുക്കറിയാം അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ മോഡലാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം എന്താണ് ആറ്റം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് ആറ്റം. ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കത്തില്ല, പക്ഷെ അതിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും ആ ചെറിയ ആറ്റത്തിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ ആറ്റം എടുക്കുമ്പോഴത്തേക്കും അതിൽ ചെറിയ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അതിൽ 3 ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആണ് നമുക്കുള്ളത്. ഏതാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഓക്കെ, ഇത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ ഇത് ഓരോ പാർട്ടിക്കിൾസും ഓരോരോ സയന്റിസ്റ്റുമാര് കണ്ടെത്തിയിട്ടുള്ളതാണ്. നോക്കൂ, ഫസ്റ്റ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു ഫസ്റ്റ് പാർട്ടിക്കിളായ ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ 1897 ജെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കണ്ടെത്തിയത്. ആരാണ്? അപ്പൊ നോക്കിക്കോളൂ, ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. വർഷം 1897. റൈറ്റ്. നെക്സ്റ്റ് രണ്ടാമത്തെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂട്രോൺ. നമുക്ക് നോക്കാം. പ്രോട്ടോൺ ആരാ കണ്ടെത്തിയത്? ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് കണ്ടെത്തിയത്? പ്രോട്ടോൺ കണ്ടെത്തിയത്. 1917 പ്രോട്ടോണിന്റെ കണ്ടുപിടുത്തം. മൂന്നാമത്തെ പാർട്ടിക്കിൾ ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ 1932. അപ്പൊ നമുക്ക് നോക്കാം, ഒരു ആറ്റത്തിന്റെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ. അടുത്ത ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാർ ചേർന്നാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഒരു ആറ്റത്തിന്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന സംഭവം കണ്ടെത്തിയത്. ഇനി നമുക്ക് നോക്കാം, ഈ ഓരോ പാർട്ടിക്കിൾസും ആറ്റത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ അതിന് വ്യത്യസ്ത തരത്തിലുള്ള ചാർജസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നമുക്ക് പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പോസിറ്റീവ് ചാർജ് എന്നായിരിക്കും ഓർമ്മ വരുന്നത്. അപ്പൊ അത് ശരിയാണ്. നമുക്ക് പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് തന്നെയാണ്. അതിന്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ P. അപ്പോൾ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഏതാണ്? പ്രോട്ടോൺ. സിമ്പൽ P, സ്മോൾ ലെറ്റർ P ആണ് അതിനെ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ പോസിറ്റീവ് ചാർജ് കാണുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജും കാണണമല്ലോ, അല്ലെ? അപ്പൊ അതിലെ നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺ. എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺ. അപ്പോൾ ആറ്റത്തിലെ നെഗറ്റീവ് പാർട്ടിക്കിൾ ഏതാണ്? ഇലക്ട്രോൺ. അതിനെ സ്മോൾ ലെറ്റർ E കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഏതാണ്? പ്രോട്ടോൺ P, നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ E. നെക്സ്റ്റ് നമുക്ക് പറയാം ന്യൂട്രോൺ ഒരു ചാർജും ഇല്ലാതിരിക്കും. അപ്പൊ ന്യൂട്രൽ ചാർജ് ആണ്. പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല, 0 ആണ് അതിന്റെ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പോസിറ്റീവിലോട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, നെഗറ്റീവിലോട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു 0, അതായത് ഒരു ന്യൂട്രൽ സ്റ്റേറ്റ് ആണ് എന്തോന്ന് പാർട്ടിക്കിൾ ആണ് എന്തോന്ന് പറഞ്ഞാൽ ന്യൂട്രോൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിന്റെ ഒരു മാറ്ററിന്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആണ് ആറ്റം എന്ന് പറയുന്നത്. ഈ ആറ്റത്തിൽ എന്തെല്ലാം പാർട്ടിക്കിൾ, ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്. 3 തരത്തിലുള്ള പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിളിനെ എന്ത് പറയുന്നു? പ്രോട്ടോൺ എന്നും. നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിളിനെ എന്ത് പറയുന്നു? ഇലക്ട്രോൺ എന്നും. ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളിനെ ന്യൂട്രോൺ എന്നും പറയുന്നു. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേർഡ്സ് എന്തൊക്കെയാണ്? P, പ്രോട്ടോൺ, ഇലക്ട്രോൺ E. അടുത്ത് ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു എന്താണ്? N, സ്മോൾ ലെറ്റർ N കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, നമുക്കിനി നോക്കാം. നമ്മളൊരു പ്രോട്ടോണും ന്യൂട്രോണും നമ്മുടെ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും കാണപ്പെടും. അപ്പോൾ അതിനൊക്കെ ഓരോ നമ്മൾ പറയുമ്പോഴത്തേക്കും ഓരോന്ന് അറ്റോമിക് നമ്പർ ഉണ്ടായിരിക്കും, മാസ് നമ്പർ ഉണ്ടായിരിക്കും, അല്ലെ? അപ്പോൾ നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ ഈ 3 ഏതെങ്കിലും പാർട്ടിക്കിൾസ് കൂടിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റ പാർട്ടിക്കിൾ കൊണ്ടായിരിക്കും ഇതിന് അറ്റോമിക് നമ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോരോ മൂലകങ്ങളെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്ന മൂലകം ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു. ഏതാണ്? ഹൈഡ്രജൻ. ഫസ്റ്റ് മൂലകം ഹൈഡ്രജൻ ആണ്. അതിന്റെ അറ്റോമിക് നമ്പർ എന്താണ്? 1. അതിനു മുമ്പ് നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ അതിനെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Z
ക്യാപിറ്റൽ ഇസഡ് എന്ന് പറയുന്ന ഒരു നമ്പറാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് നമ്പറാണ്? ഇസഡ്, ക്യാപിറ്റൽ ഇസഡ് ആണ്. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആറ്റത്തിൽ, അതായത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ അസൈ നമ്പറിനെയാണ് എന്ത് പറയുന്നത്? അതിന് എന്താണ് പറയുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ എന്താണ്? പ്രോട്ടോൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺ ആയിരിക്കും. അത് പറയാൻ കാരണം നമ്മുടെ പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ നമ്പർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും നമ്പർ സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? അത് പ്രോട്ടോണിന്റെ നമ്പർ ആയിരിക്കും അറ്റോമിക് നമ്പർ, അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ നമ്പർ ആയിരിക്കും അറ്റോമിക് നമ്പർ എന്ന് പറയാം. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയാൻ എന്താണ്? ഒരു പ്രോട്ടോണിന്റെ നമ്പറിനെയാണ് എന്ത് പറയുന്നത്? അറ്റോമിക്. ഒരു ആറ്റത്തിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ, ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെ എണ്ണത്തെ എന്ത് പറയുന്നു? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നു. റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ലെറ്റർ ഏതാണ്? ഇസഡ്. ഇസഡ് എന്ന് പറയുന്ന ക്യാപിറ്റൽ അക്ഷരമാണ് എന്ത് ചെയ്യുന്നത്? അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് മാസ് നമ്പർ. നമ്മൾ നേരെ അറ്റോമിക് നമ്പർ വെച്ച് മാസ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ആറ്റത്തിൽ ഒരു ചെറിയൊരു ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലെ? ആ ന്യൂക്ലിയസിനകത്ത് എന്ത് കാണപ്പെടും? നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് അല്ല, ന്യൂട്രൽ പാർട്ടിക്കിൾസും ഒരു പ്രോട്ടോണും കാണപ്പെടും. അപ്പോൾ ഈ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ടോട്ടൽ നമ്പറിനെയാണ് എന്ത് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയുന്നു, ഒരു ആറ്റത്തിനകത്തെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ടോട്ടൽ നമ്പറിനെയാണ് എന്ത് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോണിന്റെ മാത്രം നമ്പറാണ് എന്തോന്ന്? അറ്റോമിക് നമ്പർ. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ഒരുമിച്ച് ചേർന്ന നമ്പർ, ടോട്ടൽ നമ്പറിനെയാണ് എന്ത് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഫോം ഏതാണ്? എ. എന്താണ്? എ എന്ന് റെപ്രസെന്റ് ചെയ്യും, ക്യാപിറ്റൽ എ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പഠിച്ചേ? എന്താണ് അറ്റോമിക് നമ്പർ, എന്താണ് മാസ് നമ്പർ, എന്താണ് അറ്റോമിക് നമ്പർ പറയോ? അപ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെ എണ്ണത്തെ, പ്രോട്ടോണിന്റെ നമ്പറിനെയാണ് അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ നമ്പറിനെയാണ് എന്ത് പറയുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. റെപ്രസെന്റ് ചെയ്യുന്ന ആൽഫബറ്റ് ഏതാണ്? ഇസഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മാസ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ആറ്റത്തിനകത്തെ ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ടോട്ടൽ നമ്പറിനെയാണ് എന്ത് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്ന എ. അപ്പൊ നമുക്ക് ഒരു എലമെന്റ് എടുക്കുമ്പോൾ, ഇപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതോട്ട് ആ എലമെന്റിന് നമുക്ക് എക്സ് എന്ന് പറഞ്ഞാല് അതിനെ നമ്മൾ എഴുതുന്ന മാസ് നമ്പർ നമ്മൾ എപ്പോഴും എന്തായിരിക്കുന്നത്? എന്റെ ഇവിടെ നോക്കൂ, എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു എലമെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പറാണ്. അപ്പൊ എക്സ് എഴുതിയതിനു ശേഷം എപ്പോഴും അറ്റോമിക് നമ്പർ താഴെയും മാസ് നമ്പർ മുകളിൽ എഴുതിയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഒരു ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഒരു ആറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ എഴുതും? ഹൈഡ്രജൻ 1 ഇവിടെ ഉണ്ടെങ്കിൽ മാസ് നമ്പർ എഴുതാം. ഓക്കെ, അപ്പൊ താഴെ എഴുതിയിരിക്കുന്ന അറ്റോമിക് നമ്പറിലും അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന മാസ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് ഒരു ഇത് തരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുക? ഇവിടെ നോക്കിക്കോളൂ, ഒരു ഓക്സിജൻ എന്ന് പറയുന്ന ആറ്റം, ഓക്സിജൻ എന്ന് പറയുന്ന ആറ്റത്തിലെ അറ്റോമിക് നമ്പർ എത്രാമത്തെ മൂലകമാണ്, എലമെന്റ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്? 8ാമത്തെ. അവിടെ ഓക്സിജന്റെ 8ാമത്തെ അറ്റോമിക് നമ്പറായ ഓക്സിജൻ, അതിന്റെ മാസ് നമ്പർ എന്ന് വെച്ചാൽ 17. റൈറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം തന്നിരുന്നാൽ അവർ പറയണം നിങ്ങൾ അതിനോട് എഴുതി എണ്ണം, പ്രോട്ടോണിന്റെ എണ്ണം എത്ര, ന്യൂട്രോണിന്റെ എണ്ണം എത്ര, ഇലക്ട്രോണിന്റെ എണ്ണം എത്ര. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചു, ഒരു എലമെന്റിന്റെ പ്രോട്ടോണിന്റെ നമ്പർ എന്തായിരിക്കും? അറ്റോമിക് നമ്പർ ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ നോക്കൂ, അറ്റോമിക് നമ്പർ ഏതാ? ഇതിന്റെ 8 അല്ലെ? താഴെ എഴുതിയിരിക്കുന്ന എന്താ? 8. അപ്പോൾ അറ്റോമിക് നമ്പർ ആയിരിക്കും നമ്മുടെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും നമ്പർ. അപ്പോൾ പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു 8. അപ്പോൾ പ്രോട്ടോണിന്റെ അതേ സെയിം നമ്പർ ആയിരിക്കും എന്ത്? ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു 8. ഓക്കെ, ഈ രണ്ടും കിട്ടിയല്ലോ, പ്രോട്ടോണും ഇലക്ട്രോണും കിട്ടി. അപ്പോൾ നമുക്കിനി കിട്ടാനുള്ളത് എന്താണ്? ന്യൂട്രോൺ ആണ് കിട്ടാനുള്ളത്. അപ്പൊ ന്യൂട്രോൺ കിട്ടാനുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിലുള്ള മാസ് നമ്പറിനെ എന്ത് ചെയ്യും? അറ്റോമിക് നമ്പറിലെ ഇത് കൊണ്ട് എന്ത് ചെയ്യണം? കുറയ്ക്കുക. അതായത് 17 മൈനസ് 8. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 9. ന്യൂട്രോണിന്റെ എണ്ണം 9 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ ന്യൂട്രോണിനെ കാണാൻ എന്ത് ചെയ്യുക? നമ്മുടെ എന്ത് ചെയ്ത് കിട്ടുക? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണിന്റെ നമ്പർ കിട്ടി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ന്യൂട്രോണിന്റെ ഇലക്ട്രോണിന്റെ നമ്പർ കിട്ടിയല്ലോ. അപ്പൊ അതിന്റെ മാസ് നമ്പർ നോക്കിയേ, 9 × 8 17 അല്ലെ? 9 + 8 17. ഇങ്ങനെയാണ് നമ്മൾ ഒരു എലമെന്റിന് എന്ത് ചെയ്യുന്നത്? അറ്റോമിക് നമ്പറും മാസ് നമ്പറും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ ഏതാ എടുത്തേ? ഓക്സിജൻ എന്ന് പറയുന്ന പോലെ ഏത് എലമെന്റും ആയിക്കോട്ടെ,
നമ്മളിപ്പോ ഇവിടെ എടുത്ത് എന്താണ് ഓക്സിജൻ എന്ന് പറയുന്ന എലമെന്റ് ആണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. അപ്പൊ നമ്മൾ ഇത് എടുത്തതിന് ശേഷം നമുക്കറിയാം ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ നമ്പർ ആയിരിക്കും എന്ത്? അറ്റോമിക് നമ്പർ, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോട്ടോൺ അറ്റോമിക് നമ്പർ ഇതിന്റെ എന്താ? 8 എഴുതി. ഇലക്ട്രോൺ 8. ദെൻ 2 പാർട്ടിക്കിൾസ് ഓക്കെ. പക്ഷെ നെക്സ്റ്റ് പാർട്ടിക്കിൾ ഏത് നമുക്ക് വേണം? ന്യൂട്രോൺ വേണം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു? ന്യൂട്രോൺ. അപ്പൊ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും മാസ് നമ്പർ മുകളിൽ കിടക്കുന്നു. അപ്പൊ എന്തായാലും മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും. നമുക്കറിയാലോ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് മാസ് നമ്പർ. അപ്പോൾ മാസ് നമ്പറിൽ നിന്ന് അതിന്റെ നമ്പർ കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോൺ കിട്ടും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? 17 മൈനസ് 8 is equal to 9 എന്ന് പറയുന്ന കിട്ടിയത്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു ഓക്സിജന്റെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. നമുക്ക് മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഒരു ആറ്റത്തിന്റെ എന്തായിരിക്കും? പ്രോട്ടോണും ഇലക്ട്രോണും സെയിം നമ്പർ ആയിരിക്കും. ഓക്കെ, അവിടെ പ്രോട്ടോണിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ നമ്പർ സെയിം ആയിരിക്കും. ഇതിനെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഐസോടോപ്സ് എന്താണ്, ഐസോബാർ എന്താണ് എന്നാണ് പഠിക്കാനുള്ളത്. ഇതിലിപ്പോ അറ്റോമിക് നമ്പർ ഓക്കെ ആണല്ലോ, നമുക്ക് നോക്കാം. ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോടോപ്സ് എന്ന് സിമ്പിൾ ആയിട്ട് പറയാം, അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. എല്ലാ എലമെന്റിന്റെയും അറ്റോമിക് നമ്പർ ഇപ്പോ ഒരു എലമെന്റ്, ഇപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ആറ്റം എക്സാമ്പിളോട് പറഞ്ഞുതരാം. അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറൻറ്റുമായിട്ടുള്ള സംഭവത്തെ എന്ത് പറയുന്നു? ഐസോടോപ്സ് എന്ന് പറയുന്നത്. എന്താണ് ഐസോടോപ്സ് എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ സെയിം ആൻഡ് മാസ് നമ്പർ ഈസ് ഡിഫറെന്റ്. ഇറ്റ് ഈസ് നോൺ ആസ് എന്തോ? ഐസോടോപ്സ്. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഹൈഡ്രജൻ. നമ്മുടെ ഒരു ഫസ്റ്റ് എലമെന്റ് എന്താ? ഹൈഡ്രജൻ. ഹൈഡ്രജന് 3 ഐസോടോപ്പ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് 2 മെയിൻ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ ഹൈഡ്രജൻ തന്നെയാണ്, അതിനെ പ്രോട്ടീരിയം എന്ന് പറയും. ഓക്കെ, ഒരു എലമെന്റ് ഉണ്ട്, പ്രോട്ടീരിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇങ്ങനെ 3 ഡ്യൂട്ടീരിയം, ട്രിഷ്യം ആണ് എന്തോന്നിന്റെ ഐസോടോപ്സ്? ഹൈഡ്രജന്റെ 2 ഐസോടോപ്സ് ആണ് എന്തോന്ന്? ഡ്യൂട്ടീരിയവും ട്രിഷ്യം. അതിൽ വരുന്നത് HH. ഇതുണ്ട് ഇവിടെ നോക്കൂ, ഹൈഡ്രജൻ. ഇതിനെയാണെന്ന് പറയുന്നത് നമ്മൾ ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ ഒരു ആറ്റോമിക് നമ്പർ ഇവിടെ നോക്കും, 3ലും സെയിം അറ്റോമിക്. നമ്മൾ ഫസ്റ്റ് എലമെന്റ് ആണ് അല്ലെ, അവിടെ സെയിം അറ്റോമിക് നമ്പർ ആണ്. പക്ഷേ മാസ് നമ്പർ നോക്കി, ഫസ്റ്റിന്റെ ഹൈഡ്രജന്റെ 1, സെക്കൻഡ് 2, തേർഡ് 1 is 3. അപ്പൊ ഇവിടെ മാസ് നമ്പർ ഈസ് ഡിഫറൻറ്റ്, റൈറ്റ്? ഒരേ എലമെന്റ് തന്നെയാണ്, ഒരേ എലമെന്റിൽ ഒരേ തരത്തിലുള്ള അറ്റോമിക നമ്പർ ഉണ്ട്, പക്ഷേ മാസ് നമ്പർ ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഭവത്തെ പറയുന്നതാണ് എന്തോന്ന്? ഐസോടോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് എങ്ങനെ പഠിക്കാം? സെയിം അറ്റോമിക നമ്പർ ഉള്ളതും മാസ് നമ്പർ ഡിഫറെന്റുമായിട്ടുള്ള എലമെന്റ്സിനെ എന്ത് നമുക്ക് പറയുന്നു? ഐസോടോപ്സ് എന്ന് പറയുന്നു. ഹൈഡ്രജന്റെ 2 ഐസോടോപ്സുകൾ ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് ഹൈഡ്രജൻ നമുക്ക് പ്രോട്ടീരിയം എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഹൈഡ്രജന്റെ വേറെ ഐസോടോപ്സ് ഡ്യൂട്ടീരിയവും ട്രിഷ്യവും. ഓക്കെ, അതാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഡ്യൂട്ടീരിയം, ഇത് ട്രിഷ്യം. 2 മാസ് നമ്പർ ഉള്ളത് ഡ്യൂട്ടീരിയം, 3 മാസ് നമ്പർ ഉള്ളത് ട്രിഷ്യം. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഐസോബാർ. നേരെ തിരിച്ചിട്ടാണ് ഐസോബാർ വരുന്നത്, സെയിം മാസ് നമ്പർ ആയിരിക്കും. നോക്കി, ഐസോടോപ്പിൽ നമ്മൾ അണുബോംബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യുറേനിയം 235, 238 ഒക്കെ ഉണ്ടല്ലോ. യുറേനിയത്തിന്റെ 2 ഐസോടോപ്പാണ്, യുറേനിയം 238 235. അത് 2 ഐസോടോപ്സ് ആണ്. അങ്ങനെ ഒത്തിരി ക്ലോറിനുണ്ട്, പ്രത്യേകിച്ച് 2-3 ഐസോടോപ്സ് ഉണ്ട്. ചില മൂലകങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മാസ് നമ്പർ കൂടി വരുന്നുണ്ട്, അപ്പോൾ ഐസോടോപ്സ് ഉണ്ട്. ചില എലമെന്റ്സിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ ഐസോബാർ. എന്താണ് ഐസോബാർ? സെയിം മാസ് നമ്പർ ആയിരിക്കും, പക്ഷേ അറ്റോമിക് നമ്പർ ഈസ് വെരി ഡിഫറെന്റ്, അല്ലെ എലമെന്റ് ഈസ് വെരി ഡിഫറെന്റ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഹൈഡ്രജൻ ഒന്ന് ഓടിച്ചു, അതല്ല ഒരേ എലമെന്റിന്റെ വ്യത്യസ്ത തരത്തിലുള്ള മാസ് നമ്പർ വ്യത്യാസമുണ്ട്, വേറെ എലമെന്റ് ആയിട്ട് മാറി. പക്ഷേ ഇത് ഡിഫറെന്റ് തരത്തിലുള്ള എലമെന്റ് ആൻസർ. കാൽസ്യം ചിലപ്പോൾ ആയിരിക്കും, ക്ലോറിൻ ആയിരിക്കും, വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്തു? ഡിഫറെന്റ് തരത്തിലുള്ള എലമെന്റ്സ്, ഡിഫറെന്റ് എലമെന്റ്സിന്റെ മുകളിലത്തെ മാസ് നമ്പർ സെയിം ആയിരിക്കും, ആറ്റോമിക് നമ്പർ ഈസ് ഡിഫറെന്റ്. ഇങ്ങനെയുള്ളതിനാണ് എന്ത് പറയുന്നത്? ഐസോബാർ എന്ന് പറയുന്നത്. അപ്പോഴെങ്ങനെ നമുക്ക് നിസ്സാരമായിട്ട് പഠിക്കാം? സെയിം അറ്റോമിക മാസ് ഉള്ള വ്യത്യസ്ത തരത്തിലുള്ള എലമെന്റും സെയിം അറ്റോമിക മാസുമുള്ള എലമെന്റ്സിനെ പറയുന്ന പേരാണ് ഐസോബാർ. ഓക്കെ, അതിന് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് നോക്കൂ. പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19, കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20, ബട്ട് മാസ് നമ്പർ ഈസ് സെയിം. വേണ്ട 40.
മനസ്സിലായി? അപ്പൊ ഇത് രണ്ടും സെയിം ആയിട്ട് ഒന്ന് രണ്ട് ഡിഫറെന്റ് എലമെന്റ് ആണ്. മാസ് നമ്പർ മാത്രം സെയിം. ദെൻ അറ്റോമിക് നമ്പർ ഈസ് ഡിഫറെന്റ്, എലമെന്റ് ഈസ് ഡിഫറെന്റ്. This is known as isobars. Okay, right. നമ്മൾ ഇതുവരെ എന്ത് പഠിച്ചു? ആറ്റം പഠിച്ചു അല്ലെ? ആറ്റത്തിലുള്ള പാർട്ടിക്കിൾസ്, ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് 3 പഠിച്ചു. ഇനി ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഏതാണ്? ന്യൂട്രോൺ എന്ന് പഠിച്ചു. അടുത്തെന്താ? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര്? അടുത്ത പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആര്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആര്? പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്, ന്യൂട്രോണിന്റെ ചാർജ് ഇല്ല, 0 ആണ്, ന്യൂട്രൽ ആണ്. അടുത്ത നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് ആണെന്ന് കണ്ടുപിടിച്ചു. നമുക്ക് ഇത്രയും കറക്റ്റ് ആയിട്ട് അറിയാനുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കുറച്ച് മോഡൽസ് പഠിക്കാമല്ലോ, അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അത്രയും പഠിച്ച സ്ഥിതിക്ക് ബാക്കി നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഐസോബാർ എന്താണ്? സോറി, അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു എലമെന്റിന്റെ അകത്ത്, അതായത് ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണിന്റെയോ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെയോ ആ നമ്പറിനാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മാസ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആറ്റത്തിനകത്ത് ഉള്ള പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും നമ്പറിന്റെ ടോട്ടൽ നമ്പറിനെയാണ് എന്ത് പറയുന്നത്? അത് രണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് എന്തോന്ന് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴ് എപ്പോഴും ഒരു ആറ്റത്തിന്റെ പ്രോട്ടോണും ഇലക്ട്രോണും സെയിം നമ്പർ ആയിരിക്കും. ഓക്കെ, ആറ്റോമിക് നമ്പർ തന്നെ ആയിരിക്കും പ്രോട്ടോണിന് ഇലക്ട്രോണിന്റെ. ഡിഫറെന്റ് ആയിരിക്കുന്നത് എന്താണ്? ന്യൂട്രോൺ ആയിരിക്കും ഡിഫറെന്റ് ആയിരിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം? അത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഡിഫറെന്റ് ആയിരിക്കുന്നത് ന്യൂട്രോൺ കാണാൻ വേണ്ടി നമുക്ക് മാസ് നമ്പറിൽ നിന്ന് എന്ത് ചെയ്യാം? അറ്റോമിക് നമ്പറെ കുറയ്ക്കാം. ഓക്കെ, നമുക്ക് അറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പർ ആൽഫബറ്റ് ഏതാ? ഇസെറ്റ് ആണ്. പക്ഷെ നമ്മുടെ മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സ് ഈസ് എനി അതർ എലമെന്റ്സ്. ദെൻ മുകളിൽ വരുമ്പോഴത്തേക്ക് മാസ് നമ്പർ എഴുതണം, മീൻസ് എ. താഴെ വരുമ്പോഴത്തേക്ക് ഇസെറ്റ്. അപ്പോൾ അങ്ങനെ എക്സ്, ഇപ്പൊ സോഡിയം അല്ലെങ്കിൽ ഓക്സിജൻ ആണെങ്കിൽ O11 അല്ലെ? അല്ലെങ്കിൽ ഇതാണ്ടോ ഇത് ഒരു ഇതാണ് കെ, പൊട്ടാസ്യം എന്ന് പറയുന്നതിന്റെ മാസ് നമ്പർ മുകളിൽ എഴുതി, താഴെ എന്ത് ചെയ്തു? അറ്റോമിക് നമ്പർ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് എഴുതാൻ പറ്റുന്നത്? ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ നമ്മൾ എഴുതുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു എന്താണ് ഐസോടോപ്സ്, എന്താണ് ഐസോബാർ. ഓക്കെ, ഇതിൽ ഐസോടോപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരേ തരത്തിലുള്ള അറ്റോമിക് നമ്പർ ആയിരിക്കും, ഒരേ എലമെന്റ് ആയിരിക്കും, ഒരേ തരത്തിലുള്ള അറ്റോമിക് നമ്പർ ആയിരിക്കും, ഡിഫറെന്റ് മാസ് നമ്പർ ആയിരിക്കും. ഇതിനെയാണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ഹൈഡ്രജന്റെ 2 ഐസോടോപ്സ് ആയ ഡ്യൂട്ടീരിയം, ട്രിഷ്യം ആണ്. ഓക്കെ, അത് ഒരേ എലമെന്റ് ആണ്. ഹൈഡ്രജന്റെ തന്നെയാണ് അറ്റോമിക് നമ്പർ സെയിം ആണ്. ഹൈഡ്രജന്റെ എപ്പോഴും അറ്റോമിക് നമ്പർ സ്റ്റേബിൾ ആയിരിക്കും, മാറ്റമൊന്നും പറ്റില്ല, ഒന്ന് തന്നെയാണ്. അപ്പോൾ ഹൈഡ്രജൻ ബട്ട് ഡിഫറെന്റ് എന്താ? മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. ഒരു ആറ്റം കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് അത് വേറൊരു എലമെന്റ് ആയിട്ട് മാറും. അതാണ് ഹൈഡ്രജന്റെ തന്നെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതേപോലെ ക്ലോറിൻ ഉണ്ട്, പിന്നെ യുറേനിയം ഉണ്ട്. ഇങ്ങനെ ഒത്തിരി എലമെന്റ്സ്, ഡിഫറെന്റ് 2 ഐസോടോപ്സിൽ കൂടുതലുള്ള ഡിഫറെന്റ് എലമെന്റ്സ് ഒക്കെ നമുക്കുണ്ട്. ഈ 118 മൂലകങ്ങളിൽ ഉണ്ട് കുറെ. ഓക്കെ, അടുത്ത നമ്മൾ പഠിച്ചത് ഐസോബാർ. എന്താണ് ഐസോബാർ എന്ന് പഠിച്ചത്? നമ്മൾ നേരത്തെക്കാളും നേരെ തിരിച്ചാണ്. സെയിം മാസ് നമ്പർ, എലമെന്റ് വ്യത്യസ്തമായിരിക്കും, പക്ഷേ മുകളിൽ മാസ് നമ്പർ എല്ലാം സെയിം ആയിരിക്കും, അറ്റോമിക് നമ്പറും വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് ഐസോബാർ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലോട്ട് പോയാലോ? നോക്കാം. നമ്മളിപ്പോ കുറച്ച് ഇത്രയും പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് മോഡൽസ് ആണ്. നമ്മൾ ഇതിലെ ഒരു ആറ്റംസ് പഠിക്കുമ്പോഴത്തേക്ക് അതിന് പരീക്ഷണങ്ങൾ നടത്തിയാണ് ശാസ്ത്രജ്ഞന്മാർ ഒരു ആറ്റം എടുത്ത് ഗവേഷണങ്ങൾ നടത്തിയാണ് നമ്മൾ ന്യൂട്രോൺ കണ്ടുപിടിച്ചു. വ്യത്യസ്ത തരത്തിലുള്ള ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ച്, ജെയിംസ് ചാഡ്വിക് ന്യൂട്രോൺ കണ്ടുപിടിച്ച്, റൂദർഫോർഡ് പ്രോട്ടോൺ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവർ ഈ പരീക്ഷണം നടത്തിയപ്പോൾ തന്നെ ഇവർ കുറെ എക്സ്പെരിമെന്റ് നടത്തി ഒരു ആറ്റത്തിന്റെ ഘടന ഇവർ പലതരത്തിലുള്ള എക്സ്പെരിമെന്റിലോട്ട് തെളിയിച്ചു. അങ്ങനെ ഘട്ടഘട്ടമായിട്ട് നമുക്ക് കുറച്ച് മോഡൽസ് ഇവരെന്തൊക്കെയാണ് ആറ്റമിനെ കുറിച്ച് പറഞ്ഞത് ആദ്യം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 മോഡൽസ് പഠിക്കാനുണ്ട്. അതിൽ ഒന്നെന്ന് വെച്ചാൽ തോംസൺ മോഡൽ, 2 റുദർഫോർഡ്, 3 ബോർ മോഡൽ. അവിടെ 3 ഏതാണ്? 3 തോംസൺ, ജെ തോംസന്റെ ഒരു ആറ്റം മോഡൽ പഠിക്കാനുണ്ട്. പിന്നെ റുദർഫോർഡിന്റെ ഒരു ആറ്റം മോഡൽ പഠിക്കാനുണ്ട്. പിന്നെ നീൽസ് ബോർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, ബോർ മാതൃക അല്ലെ, ബോർ മോഡൽ പഠിക്കാനുണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താ? തോംസൺ മോഡൽ. ശ്രദ്ധിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക്കാണ് കേട്ടോ, നോക്കിക്കോളൂ. തോംസൺ മോഡൽ നമുക്കറിയാം. ജെ തോംസൺ എന്താ കണ്ടുപിടിച്ച? ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തന്നെയാണ്. ഈ ആറ്റത്തിനെ കുറിച്ച് ഈ ഒരു മോഡൽ, എന്താണ് ആറ്റം, എന്തൊക്കെയാണ് അതിൽ അദ്ദേഹം കണ്ടുപിടിച്ചതെന്ന് കുറച്ച് വിശദീകരണം നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. തോംസൺ മോഡലിനെ അദ്ദേഹം ഒരു ആറ്റത്തെ പരീക്ഷണാർത്ഥം കണ്ടുപിടിച്ചത്
ഒരു ആറ്റത്തിനകത്ത് രണ്ട് തരത്തിലുള്ള എലമെന്റ്സ് ഉണ്ട്, നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ഉണ്ടെന്നും പോസിറ്റീവ് ചാർജ് കൂടുതലും നെഗറ്റീവ് ചാർജ് കുറച്ച് മാത്രമേ, അതായത് അദ്ദേഹം പറഞ്ഞു ഒരു പ്ലം പുഡിംഗ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് നട്ട്സ് ഒക്കെ കാണുമല്ലോ, അതിനെ നെഗറ്റീവ് ചാർജ് ആയിട്ട് ബാക്കിയുള്ള നിറഞ്ഞിരിക്കുന്ന പോർഷത്തെ പോസിറ്റീവ് ചാർജ് ആയിട്ട് കണക്കിലാക്കി. അപ്പോൾ അങ്ങനെയുള്ളതിന് അദ്ദേഹത്തിന് വേറൊരു മോഡൽ അറിയപ്പെട്ടു പ്ലം പുഡിംഗ് മോഡൽസ്. എന്താണ് പ്ലം പുഡിംഗ് മോഡൽസ്? തോംസന്റെ എക്സ്പെരിമെന്റ് മോഡലിന്റെ വേറൊരു പേരെന്താണ്? പ്ലം പുഡിംഗ് മോഡൽസ് എന്ന് വെച്ചാൽ അതെന്താണ്, നമ്മൾ പ്ലം അല്ലെങ്കിൽ പ്ലം കേക്ക് ആയിക്കോട്ടെ അതൊന്ന് ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം അതിനകത്ത് ചെറിയ ചെറിയ നട്ട്സ് അവിടെ കാണപ്പെടുള്ളൂ. അപ്പൊ ആ നട്ട്സിനെ അദ്ദേഹം എന്തായിട്ട് കണക്കാക്കി? നെഗറ്റീവ് ചാർജ് ആയിട്ടും ബാക്കിയുള്ളതിന് എന്തായിട്ട്? പോസിറ്റീവ് ചാർജ് ആയിട്ടും കണക്കാക്കി. അങ്ങനെ ആ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞപ്പോ എന്തായി? ആ മോഡൽ എന്തായിട്ട് മാറി? പ്ലം പുഡിംഗ്സ് മോഡൽസ് ആയിട്ട് മാറി. അദ്ദേഹം പിന്നെയും പറഞ്ഞു അതിന് വേറൊരു ഉദാഹരണം കൊണ്ട് വാട്ടർ മെലോൺ മോഡൽസ്. അതെന്താണ്? നമുക്കറിയാം എല്ലാവർക്കും വാട്ടർ മെലോൺ ഇരിക്കുന്നത് അല്ലെ, നല്ല സ്പോഞ്ചീസ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ്, പിന്നെ കുറച്ച് സീഡ്സ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പോഴേ ആ സീഡിനെ നെഗറ്റീവ് ചാർജ് ആയിട്ടും ബാക്കി നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുന്നതിന് പോസിറ്റീവ് ചാർജ് ആയിട്ടും അദ്ദേഹം കണക്ക് കൂട്ടി. അങ്ങനെ ആ മോഡൽ പറഞ്ഞ വേറൊരു പേരെന്താ? വാട്ടർ മെലോൺ മോഡൽ. അപ്പോഴേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു, എന്താണ്? ഈ ആറ്റത്തിനകത്ത് തിങ്ങി നെരുങ്ങിയിരിക്കുന്ന പോർഷൻസിനെ പോസിറ്റീവ് എന്നും ബാക്കി സ്കാറ്റർ ചെയ്ത് ചിന്നിച്ചിതറി കിടക്കുന്ന പോർഷൻസിനെ നെഗറ്റീവ് ആയിട്ടും ആര് പറഞ്ഞു? തോംസൺ, ജെ തോംസൺ പറഞ്ഞു, തോംസൺ മോഡലില്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ മോഡൽസ് എന്നിങ്ങനെ അറിയപ്പെടുന്നു? പ്ലം പുഡിംഗ് മോഡൽസ് എന്ന് അറിയപ്പെടുന്നു. പിന്നെ എന്താണ്? വാട്ടർ മെലോൺ മോഡൽസ് എന്നും അറിയപ്പെടുന്നു. അപ്പോഴേ രണ്ട് പേരുകളിൽ അറിയപ്പെടുന്ന മോഡൽസ് ആണെന്ന് തോന്നുന്നു തോംസൺ. പക്ഷെ അത് കറക്റ്റ് ആയിട്ടുള്ള വിശദീകരണം അല്ലാത്തത് കൊണ്ട് നമുക്ക് വേറെ ഗവേഷണം നടത്തി. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വിശദീകരണമല്ല. നമുക്ക് ഒരു നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജ് വരെ നമുക്ക് ഇലക്ട്രോൺസ് ഇഷ്ടം പോലെ നമുക്ക് പ്രവഹിക്കണം അല്ലെ, അതിന് ഒരു റിസൾട്ട് ഉണ്ടാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റ്, അദ്ദേഹം കണ്ടെത്തലുകളൊക്കെ എന്തായിപ്പോയി? തെറ്റായിപ്പോയി. അതിനുശേഷം വന്ന ഒരു എക്സ്പെരിമെന്റ് നടത്തിയതാണ് നമ്മൾ റുദർഫോർഡ് എന്ത് ചെയ്തു? നെക്സ്റ്റ് ഒരു എക്സ്പെരിമെന്റുമായിട്ട് വന്നു. അപ്പൊ നമ്മുടെ റുദർഫോർഡ് നെക്സ്റ്റ് എക്സ്പെരിമെന്റ് മോഡൽ ഏതാണ്? റുദർഫോർഡ് മോഡൽ. നമ്മുടെ റുദർഫോർഡ് കണ്ടുപിടിച്ചത് എന്താണ്? ഏണസ്റ്റ് റുദർഫോർഡ് പ്രോട്ടോൺ കണ്ടുപിടിച്ചല്ലേ. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു മോഡല് പറഞ്ഞു തന്നു നമുക്ക്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് എന്നാണ് നമുക്ക് നോക്കാം. അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റ് ആണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. എന്താണ്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. അദ്ദേഹം ഫസ്റ്റ് ആണെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ആണ് നടത്തി നമുക്ക് ഇങ്ങനെയാണ് ആറ്റങ്ങളിൽ വരുന്നതെന്ന് പഠിപ്പിച്ചു. എങ്ങനെയാണ്? ഫസ്റ്റ് അദ്ദേഹം ഒരു ഗാമ റേസ് ഒരു ലെഡ് ബീമിൽ കൂടെ എന്ത് ചെയ്തു? കടത്തിവിടുന്നു. അപ്പോൾ ഗാമ റേസ് കടന്നു പോകുമ്പോഴത്തേക്ക് ഒരു ഗോൾഡ് ഫോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഗാമ റേസ് കയറുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യുന്നു? അതിന്റെ പുറത്ത് വരുമ്പോഴത്തേക്ക് സ്കേറ്റർ വെറൈറ്റി ട്രാവലാണ് ചെയ്യുന്നത്. ഒരു റേസ് കയറി വരുമ്പോഴത്തേക്ക് ഒരു ഗോൾഡ് ഫോയിൽ തട്ടുമ്പോഴത്തേക്ക് ചിന്നിച്ചിതറിപ്പോവും അല്ലെ. അപ്പൊ നമുക്കത് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെന്ത് ഒരു പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മീൻസ് ഒരു നമുക്ക് ഈ ഇത് കാണാൻ വേണ്ടി ഒരു പിക്ചർ നോക്കുക, ടെക്സ്റ്റിൽ കാണും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗാമ റൈസ് കടന്ന് പോകുമ്പോഴത്തേക്ക് ഗോൾഡ് ഫോയിൽ തട്ടിയിട്ട് ശേഷം എന്ത് ചെയ്തു? സ്കാറ്റർ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ആ പ്ലേറ്റിലേട്ടേക്ക് അത് വന്ന് ഇടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഈ ചില റേസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്ലേറ്റിൽ ചെന്ന് അടിച്ചു നിൽക്കുന്നുണ്ട്. ചിലത് എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങ് പോകാതെ തിരിച്ച് മടങ്ങി വരുന്നുണ്ട്. ചിലത് എന്താണ്? ഒടിഞ്ഞു പോകുന്നുണ്ട് റേസ്. ഓക്കെ, 3 രീതിയിൽ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്? മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കുറെ റേസുകൾ അകത്തോട്ട് കടന്ന് ചെല്ലുമ്പോഴത്തേക്കും ചിലത് ഡയറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, ചിലത് ഒരു ഭാഗത്തേക്ക് മടങ്ങി പോകുന്നുണ്ട്, ചിലത് തിരിച്ച് തന്നെ ഇങ്ങോട്ട് വരുന്ന ഒരു പ്രതീതിയും കാണുന്നുണ്ട്. അപ്പോഴത് എന്ത് ചെയ്തു? ആ എക്സ്പെരിമെന്റും അവിടെ വെച്ച് മാറ്റി. പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്താണ്? ഒരു ആറ്റത്തിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? പറഞ്ഞു. ഓക്കെ, ആ ഒറ്റ ന്യൂക്ലിയസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ആ റേസുകൾ എന്നത് സ്കാറ്റേൺ ചെയ്ത് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അത് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് പകുതി ഫുൾഫിൽ ചെയ്യുന്നുണ്ട്, ചിലത് മടങ്ങി വരുന്നുണ്ട്, ചിലത് മടങ്ങി ഒടിഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയും നമ്മുടെ എക്സ്പെരിമെന്റ് ഫലം കണ്ടില്ല. അപ്പോഴേ അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റ് അതാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് കഴിഞ്ഞ് അതിന് വേറൊരു പേരൂടെ അദ്ദേഹം നിർദ്ദേശിച്ചു, പ്ലാനറ്ററി എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കേട്ടോ. അതെന്താന്ന് വെച്ചാല് അത് പ്ലാനറ്റ്സ് നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ നമ്മുടെ സ്പേസിൽ എന്തുണ്ട്? അന്തരീക്ഷ പദത്തിൽ എന്തുണ്ട്? ന്യൂക്ലിയസ്. നമ്മുടെ സൂര്യനെ ചുറ്റും ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നത് പോലെയാണ് നമുക്ക് ഇലക്ട്രോണിന് ചുറ്റും
ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണുകൾ വലം വയ്ക്കുന്നു എന്നൊരു നിർദ്ദേശം അദ്ദേഹം വച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അതെന്താണ്, അതിനെയാണ് പ്ലാനറ്ററി മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂദർഫോർഡിന്റെ വേറൊരു എക്സ്പെരിമെന്റിന്റെ പേര് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്നറിയപ്പെടുന്നു. പിന്നെ പ്ലാനറ്ററി മോഡൽ എന്ന് വെച്ചാൽ എന്താണ് അറിയാലോ, ആകാശഗംഗയിൽ എന്താണ് ഓർബിറ്റ്സുകൾ, നമ്മുടെ സൂര്യനെ ചുറ്റി എന്താണ് ഗ്രഹങ്ങളെല്ലാം ചുറ്റുന്നത് പോലെയാണ് നമ്മുടെ ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നതെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. പക്ഷേ കണ്ടുപിടിച്ചതിൽ അദ്ദേഹത്തിന് ഇലക്ട്രോണുകൾ എത്രത്തോളം നമുക്ക് ചാർജ് തരുന്നുണ്ട്, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ടുള്ള വിശദീകരണം തരാൻ ആർക്ക് സാധിച്ചില്ല, റൂദർഫോർഡിന് സാധിക്കാത്തത് മൂലം റൂദർഫോർഡിന്റെ ആ ഒരു എക്സ്പെരിമെന്റ് ഫ്ലോപ്പ് ആയിപ്പോയി. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആര് പഠിച്ചു, തോംസൺ പഠിച്ചു, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള വിശദീകരണം കിട്ടിയില്ല. അപ്പൊ നമ്മൾ റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റ് പഠിച്ചു, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് പഠിച്ചു, അതിന് വേറെ പേര് പ്ലാനറ്ററി എക്സ്പെരിമെന്റ് പഠിച്ചു. ഇതിൽ വിശദീകരണം കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ആറ്റത്തെ കുറിച്ച് നമുക്ക് നീൽസ് ബോർ ആറ്റം മാതൃക വികസിപ്പിച്ചെടുത്തു. നമുക്ക് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ് എന്തോന്ന്, ബോറിന്റെ ആറ്റം മാതൃക. എന്താണ്, നീൽസ് ബോർ. ഓക്കെ, അത് ശാസ്ത്രജ്ഞന്റെ പേരെന്താണ്, നീൽസ് ബോർ. അദ്ദേഹം എന്ത് ചെയ്തു, അതിന്റെ മോഡലിനെ പറയുന്ന പേര് ബോർ മോഡൽ അല്ലെ, ബോർ മോഡൽ എന്ന് അറിയപ്പെടുന്നു. എന്താണ് ആ ഒരു ബോർ മാതൃക നമുക്ക് നോക്കാം. നേരത്തെ റൂദർഫോർഡ് കുറച്ചൊക്കെ പറഞ്ഞു വെച്ചു. അതിന്റെ അടുത്ത കണ്ടിന്യൂഷൻ ആയിട്ട് ആര് പറയുകയാണ്, ഒരു ആറ്റത്തിൽ ഒരു ആറ്റം എടുക്കുമ്പോൾ അതിന്റെ ഒരു പാർട്ടിക്കിളിൽ ഒരു ആറ്റത്തിൽ ഒരു കേന്ദ്ര ബിന്ദു ഉണ്ട്, ഒരു ബിന്ദു ഉണ്ട്, സെന്ററിലുള്ള ഒരു ബിന്ദുവിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. എന്താണ്, ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്നും ഈ ന്യൂക്ലിയസിന്റെ അകത്താണ് സ്മാളസ്റ്റ് പാർട്ടിക്കിൾസ്, ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആയ പ്രോട്ടോൺ, ന്യൂട്രോൺസ് ഉള്ളതെന്നും അതിന് ചുറ്റും ഷെൽസ്, ഓർബിറ്റ് കണക്കിൽ ഇലക്ട്രോണുകൾ വലം വച്ചിരിക്കുന്നു എന്നും ആര് കണ്ടെത്തി, നമ്മുടെ ബോർ കണ്ടെത്തി. നീൽസ് ബോർ എന്താ കണ്ടെത്തിയത്, ഒരു ആറ്റം ഉണ്ടെന്നും ആറ്റത്തിന്റെ സെന്റർ ആയിട്ട് ന്യൂക്ലിയസ് ഉണ്ട് എന്നും ന്യൂക്ലിയസിന്റെ അകത്ത്, അതായത് സെന്ററിലുള്ള പോർഷൻ ഏതാ, ന്യൂക്ലിയസ്, ന്യൂക്ലിയസിന്റെ അകത്ത് എന്തുണ്ട്, ഒരു പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അതിന് ചുറ്റും, ഈ ന്യൂക്ലിയസിനെ ചുറ്റും എന്താണ്, കുറെ ലെയേഴ്സ് ഉണ്ട്. ഈ ലെയേഴ്സ് ഓരോരോ, ഫസ്റ്റ് ലെയറിന് ഓരോ പേര്, ഓരോരോ ഷെല്ല് മീൻസ് ഓർബിറ്റ് ഉണ്ട്. ആ ഓർബിറ്റുകളുടെ നിശ്ചിത പാതയിലാണ് ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത് എന്നും നീൽസ് ബോർ കണ്ടെത്തി. അത് കറക്റ്റ് ആയിട്ട് ഒരുവിധം എന്താണ്, കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴെങ്ങനെയാണ് നീൽസിന്റെ ആറ്റം മാതൃക നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വേണ്ട ഇവിടെ നോക്കൂ, ഒരു ചെറുത് നമ്മൾ പഠിച്ചു. ഒരു ആറ്റമിന്റെ മാതൃകയാണ്, ഞാൻ ചുമ്മാ ബ്രീഫായിട്ട് ഇത് പഠിച്ചു. ഒരു ആറ്റമിന്റെ നടുക്ക് സെന്റർ ഉള്ളത് എന്താണ്, ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അടുത്ത് നമ്മൾ പറഞ്ഞു ഓർബിറ്റ്, ഓരോരോ ഷെൽ, ഓരോരോ ലെയർ ആയിട്ട് ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഇലക്ട്രോൺ ചുറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെ ന്യൂക്ലിയസിനെ ചുറ്റുമാണ് എന്ത് വലം വയ്ക്കുന്നത്, ഇലക്ട്രോൺസ് വലം വയ്ക്കുന്നത്. അങ്ങനെ അതിനൊരു സഞ്ചാര പാതയുണ്ട് എന്ന് ആര് കണ്ടെത്തി, നീൽസ് ബോർ കണ്ടെത്തി. അപ്പോ ഈ ഓരോ പാത, അതായത് ന്യൂക്ലിയസിൽ നിന്ന് ഫസ്റ്റ് ഷെൽ അല്ലെ, ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, അല്ലെങ്കിൽ ഒന്നാമത്തെ ആ ഒരു ലെയർ, രണ്ടാമത്തെ ലെയർ, മൂന്നാമത്തെ ലെയർ, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ലെയറിനെയും ഓരോ പേര് കണ്ടുപിടിച്ചു. എന്താണ്, ഫസ്റ്റ് ലെയറിനെ പറയുന്ന പേര് 1, 2, 3 എന്ന് നമുക്ക് റെപ്രസെന്റേറ്റ് ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ KLMN. എന്താണ്, KL, ക്യാപിറ്റൽ ലെറ്റർ K മീൻസ് ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല് എന്താണ് L, തേർഡ് N, അടുത്ത M. ഇങ്ങനെ ഷെല്ലുകളെ എന്ത് ചെയ്തു, പേരിട്ട് വിളിച്ചു. ക്യാപിറ്റൽ ലെറ്റർ പേരിട്ട് എന്താണ്, ഓരോ ഓർബിറ്റുകളെ എന്ത് വിളിച്ചു, ആ ഓർബിറ്റുകൾ, ആ ഷെല്ലിൽ കൂടി ആയിരിക്കും ഇലക്ട്രോണുകൾ സഞ്ചാരം നടത്തുന്നത്. അതിന്റെ സഞ്ചാര പാതയെ എന്ത് വിളിച്ചു, എനർജി ലെവൽസ്. അതായത് ആ സഞ്ചാര പാതയെ എന്ത് വിളിച്ചു, ഓർബിറ്റ്സ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ഷെൽസ് എന്ന് പറയപ്പെട്ടു. അപ്പോ ഏതൊരു ആറ്റം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഷെല്ലിൽ, ഇപ്പോ ഫസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു K ഷെൽ, ആ ഒരു K ഷെല്ലിൽ മിനിമം നമുക്ക് ആദ്യമായിട്ട് ആ ഒരു K ഷെല്ലിൽ എത്ര എലമെന്റ് ആയിരിക്കും എടുക്കുക, സെക്കൻഡ് ഷെല്ലിൽ എത്ര എലമെന്റ്, അങ്ങനെയൊക്കെ കാൽക്കുലേഷൻ നമുക്കുണ്ട് ഒരു ആറ്റം എടുക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു എലമെന്റ് എടുക്കുമ്പോഴത്തേക്കും. ഇതേപോലെ തന്നെ നോക്കൂ, ന്യൂക്ലിയസിന് അടുത്ത് വരുന്ന ഷെല്ലിനെയും കാട്ടും എനർജി ലെവൽ കൂടുതലായിരിക്കും ന്യൂക്ലിയസിന് അകലെയുള്ള ഷെല്ല്. എങ്ങനെയാണ്, ന്യൂക്ലിയസിന് അടുത്തുള്ള ഷെല്ലിനെയും കാട്ടും എനർജി ലെവൽ കൂടുതലായിരിക്കും എന്താണ്, അകലെയുള്ള ഷെല്ല് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിലെ ഫസ്റ്റ് K ഷെൽ എന്ന് പറയുമ്പോൾ അതില് സബ് ഷെല്ലുകൾ നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. എന്താണ് സബ് ഷെൽ, ഏതൊക്കെ ആയിരിക്കും ഇതിൽ നോക്കൂ. ഇതിൽ ആദ്യത്തേല്
n ഈക്വൽ ടു 1. ഫസ്റ്റ് ഷെല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? n is equal to 1. അടുത്ത n is equal to 2, n is equal to 3. ഇങ്ങനെയാണ് അതിന്റെ എന്തോന്ന് വന്നിട്ടുള്ളത്, ഓരോ പ്രിൻസിപ്പിൾ വന്നിട്ടുള്ളത്. എന്താണ്? n is equal to 1, n is equal to 2, n is equal to 3 എന്നാണ് അതിന്റെ പ്രിൻസിപ്പിൾസ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതിനെ പറയുന്ന പേര് മാക്സിമം അതിൽ ആദ്യം കാണുന്ന പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പേഴ്സ്. ആദ്യത്തെ എന്താണ്? പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പേഴ്സ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫോം n എന്നാണ്. എന്താണ്? n ആണ് എന്തോന്ന്? പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? n എന്ന് പറയുന്ന സ്മാൾ ലെറ്റർ ആൽഫബറ്റ് അനുസരിച്ചാണ് റെപ്രസെന്റ്. ഞാൻ അതിലൊരു കണക്ക് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാം. ഇവിടെ നോക്കൂ, ഒരു മൂലകം അല്ല, ഒരു എലമെന്റ്, ഒരു ന്യൂക്ലിയസ്. ഇവിടെ നോക്കൂ, നമ്മൾ ഫസ്റ്റ് എടുത്ത് ഒരു ഹൈഡ്രജൻ എത്ര അറ്റോമിക് നമ്പർ ഈസ് 1, മാസ് നമ്പർ ഈസ് 1. നമുക്ക് എങ്ങനെയാണ് ഇതൊരു ബോർ മാതൃകയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുക? ഇതെന്താണ്? നമ്മൾ പറഞ്ഞ ഒരു ന്യൂക്ലിയസ് അല്ലേ? ഇത് നമുക്ക് എന്തോന്നുണ്ട്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. ബാക്കി വരുന്നതാണ് നമുക്ക് എന്തോ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കിതില് ഒരു ആറ്റം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു ഷെൽ നമുക്ക് ഒരു ന്യൂക്ലിയസ് ലൈറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വരയ്ക്കാൻ പറ്റത്തുള്ളൂ അല്ലെ? അപ്പൊ പക്ഷേ രണ്ടാമത്തെ ഷെൽസ് നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ വരയ്ക്കാം? റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഒരു ബോർ മാതൃക നമുക്കിവിടെ വരയ്ക്കാം. ബോറോൺ 5. ഓക്കെ, നോക്കൂ, നമുക്ക് ബോർ മാതൃക നോക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ബോർ മാതൃക എന്ന് വെച്ചാല് ഫസ്റ്റ് നമുക്ക് ഹൈഡ്രജന്റെ അറിയാം, നമുക്ക് എഴുതാൻ പറ്റത്തില്ല, ഒരു ന്യൂക്ലിയസ്, ഒരു ആറ്റമേ ഉള്ളൂ അല്ലെ? നമുക്ക് നോക്കാം ഹീലിയമിന് എത്ര അറ്റോമിക് നമ്പർ? 2 ആണ്. നമ്മൾ ആദ്യം അതിനെങ്ങനെ ബോർ മാതൃകയിൽ വരയ്ക്കും? ഫസ്റ്റ് എന്ത് ചെയ്തു? നമ്മൾ ഒരു ന്യൂക്ലിയസ് വരച്ചു. അതിനുശേഷം ഫസ്റ്റ് ലെയർ നമ്മൾ എന്ത് ചെയ്തു? വരച്ചു. അതിൽ എത്രയാണ്? 2 ആറ്റം. ഫസ്റ്റ് ഷെല്ലിൽ നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എത്ര ഷെല്ലാണ്? നമുക്ക് ഇലക്ട്രോൺസ് നമുക്ക് കപ്പാസിറ്റി ഉണ്ട് 2. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് ഹീലിയത്തിന്റെ അറ്റോമിക സ്ട്രക്ചർ നമ്മൾ ബോർ മാതൃകയിൽ വരച്ചത്. നെക്സ്റ്റ് നോക്കൂ, ബോറോണിന്റെ അറ്റോമിക നമ്പർ 5. നമുക്ക് എങ്ങനെയാണ് അത് ബോർ മാതൃകയിൽ വരയ്ക്കുക? ഫസ്റ്റ് ന്യൂക്ലിയസ് വരച്ചു. നമുക്കറിയാം ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? ഇതിനകത്ത് എന്തുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. നമുക്ക് അടുത്ത് വരയ്ക്കുകയാണെന്ന് എന്താ? നമ്മൾ ഇലക്ട്രോൺസ് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് വരയ്ക്കുമ്പോൾ 5 എണ്ണം നമ്മൾ വരയ്ക്കണം. ഫസ്റ്റ് ഷെല്ലിൽ മിനിമം എത്ര എണ്ണം കയറാം? നമുക്ക് അതിനകത്ത് ചൂസ് ചെയ്യാൻ പറ്റും. 2 എലമെന്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഫസ്റ്റ് ഷെല്ലിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ 2 എണ്ണം ചെയ്തു. ബാക്കി 3 നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഷെല്ല് വരച്ചിട്ട് നെക്സ്റ്റ് ഓർബിറ്റിലോട്ട് ബാക്കി 3 എണ്ണം. അങ്ങനെയാണ് എന്തോന്ന്? ബോറോണിന്റെ ആറ്റംസ്. ഇപ്പൊ അതൊരു 12 ആണെങ്കിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ഷെല്ലിൽ 2 എണ്ണം, സെക്കൻഡ് ഷെല്ലിൽ എത്ര കൊള്ളും? 8 ഇലക്ട്രോൺസ് കൊള്ളും. തേർഡിൽ എത്ര ഇലക്ട്രോൺ? 18. പിന്നെ ഫോർത്തിൽ 32. എങ്ങനെയാ ചെയ്യുന്നത്? ഫസ്റ്റ് ഷെല്ലിൽ KLM എന്ന് ഞാൻ ഇപ്പൊ റെപ്രസെന്റ് ചെയ്തു. KLMN ഇങ്ങനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ K എന്ന് പറയുന്ന മെയിൻ ഷെല്ലില് 2 ഇലക്ട്രോണ്, Lല് 8, Mല് 18, മറ്റേതില് Nല് 32 എന്നിങ്ങനെ നമുക്ക് വിന്യാസം ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഷെല്ല് മെയിൻ ഷെല്ലാണ്. രണ്ടാമത്തെ ഇതിലൊന്ന് സബ് ഷെല്ലുണ്ട്. കെയുടെ സബ് ഷെല്ല് ഇതിൽ 2 എന്ന് പറയുമ്പോൾ ഒരു എസ് സബ് ഷെല്ല് മാത്രമേ കെയിൽ വരത്തുള്ളൂ. ഓക്കെ, എസ് സബ് ഷെല്ല് മിനിമം കൊള്ളാവുന്നത് 2. അതായത് സബ് ഷെൽ നമ്മൾ കെരകത്തുള്ള എസ് സബ് ഷെല്ല് കൊള്ളാവുന്നത് നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ് 2 ആണ്. അടുത്ത ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലില് എസും വരും, പി എന്ന് പറയുന്ന സബ് ഷെല്ലും വരും. എസിൽ എത്ര കൊള്ളും? നമുക്കിവിടെ 2 കൊള്ളും. ബാക്കി ഇതിൽ 8 ഉണ്ട്. ബാക്കി പിയിൽ എത്ര കൊള്ളണം? 6 കൊള്ളും. അങ്ങനെയാണ് എൽ ഷെല്ലിൽ എത്ര കൊണ്ടത്? നമുക്ക് 8. ഓക്കെ, നെക്സ്റ്റ് എം ഷെല്ലിൽ വരുമ്പോഴത്തേക്ക് എസ് സബ് ഷെൽ ഉണ്ട്, എസ് പി ഡി സബ് ഷെൽ ഉണ്ട്. അപ്പൊ എസിൽ എത്ര കൊള്ളും? നമ്മള് എസ് 2 പി 6. അപ്പൊ ഇവിടെ എത്രയായി? 8 ആയി. അപ്പൊ ഇവിടെ നമുക്ക് എത്ര വേണം? 10 വേണം അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എത്ര കൊള്ളും? 10. അങ്ങനെയാണ് ഇവിടെ എത്ര? എം ഷെല്ലിൽ 18 വരുന്നത്. നെക്സ്റ്റ് അതേപോലെ എൻ ഷെല്ലിൽ വരുമ്പോൾ എന്ത് വരുന്നു? എസ് പി ഡി എഫ് എന്ന് പറയുന്ന സബ് ഷെല്ലിൽ വരുന്നുണ്ട്. എസിൽ എത്ര കൊള്ളാൻ പറ്റും? 2, പിയില് 6, ഡിയില് 10. അപ്പോഴത്തേക്ക് എത്രയായി? നമുക്ക് ഇവിടെ 18. ബാക്കി വരുന്ന 18 ഏതിൽ വരും? എഫ് സബ് ഷെല്ല്. അങ്ങനെയാണ് എത്രയാണ് ഇവിടെ? 10, 6, 2, 18 പ്ലസ് 18
32. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എങ്ങനെ നമ്മൾ വിന്യാസം ചെയ്യുന്നത്. അതായത് ഒരു ഓർബിറ്റിൽ നമ്മുടെ ഒരു ആറ്റത്തിന്റെ ഫസ്റ്റ് ഷെല്ല്, മെയിൻ ഷെല്ല് എന്ന് പറഞ്ഞാൽ ഞാൻ കെ എന്നെടുത്തു, ഇത് കെ ഷെല്ല്, ഇത് എൽ ഷെല്ല്, അടുത്ത് ഞാൻ എം ഷെല്ല്, അടുത്ത് എൻ ഷെല്ല്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 2 3 4 എന്ന് എടുക്കാം. പക്ഷെ കെ എൽ എം എന്നെടുത്ത് നമുക്ക് എന്ത് ചെയ്യത്തില്ല, തെറ്റിപ്പോകത്തില്ല. നമ്മൾ അങ്ങനെ എന്ത് ചെയ്തു, ഇതിനെ കെ എൽ എം എന്നെടുത്തു. നെക്സ്റ്റ് ഈ കെ എന്ന് പറയുന്ന ഷെല്ലിനകത്ത് നമുക്ക് പരമാവധി 2 ഇലക്ട്രോൺസ് നമുക്ക് സബ് ഷെല്ല് നമുക്ക് കയറ്റാൻ പറ്റും. അതിലേതൊക്കെയാണ്? അതിനാണ് എസ് എന്ന് നമ്മൾ എന്ത് അക്ഷരം കൊടുത്തു, എസ് എന്ന് പറഞ്ഞു കൊടുത്തു. എസ് ഇസ് ഈക്വൽ ടു എൽ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എസിൽ എന്താണ്, ഒരു സംഭവം മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. നമ്മൾ കെയില് എസ് മാത്രമേ ഉള്ളൂ. എൽ ഷെല്ലില് എസ് ഉണ്ട്, പി ഉണ്ട്, എമ്മില് എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, അടുത്ത എന്നില് എസ് പി ഡി എഫ്, ഇങ്ങനത്തെ 6 സംഭവങ്ങളുണ്ട്. അത് നമുക്ക് ഇതിന്റെ സബ്സെല്ലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് നമുക്ക് ചെയ്തതെന്ന് നോക്കാം. ഫസ്റ്റ് ഹൈഡ്രജന്റെ എച്ച്, ഇതിന്റെ നമുക്ക് അറിയാം 1 ആണ്. അപ്പൊ നമുക്ക് വേറെ എന്ത് ചെയ്താൽ 1 സബ്ഷെൽ ഏതാ, ഒരു ആറ്റമില്ല, 1 എസ് അല്ലെ, അതിൽ എത്രയുണ്ടോ, അപ്പൊ നമുക്ക് അത് മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് എഴുതാൻ പറ്റത്തുള്ളൂ. 1 എസ്, ഒരു ആറ്റമല്ലേ ഉള്ളൂ നമുക്ക്, അപ്പോൾ 1s1. ഇവിടെ പക്ഷെ മിനിമം നമുക്ക് എന്ത് ചെയ്യാം, 2 എണ്ണം എസിൽ ചേർക്കാം. ഒന്നാമത്തെ ഷെല്ലില്, അതായത് കെ എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെല്ലില് എസ് സബ് ഷെല്ലില് ഒരാറ്റം. നെക്സ്റ്റ് ഹീലിയം 2, അതെങ്ങനെ എഴുതാം, ഒന്നാമത്തെ ഹീലിയം 2 എണ്ണം നമുക്ക് ചേർക്കാൻ പറ്റും, ഹൈഡ്രജന് ഹീലിയം രണ്ടാമത്, അപ്പോഴേ 1 എസ്, ഇവിടെ എത്ര ആറ്റം 2, ഓക്കെ, അത് 2 ആയി. അപ്പോൾ 1s2 ഹീലിയത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഫുൾഫിൽ ചെയ്യാൻ പറ്റി. എസ് സബ് ഷെല്ലില് 2 എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഫുൾഫിൽ ചെയ്യാൻ പറ്റി. അത് നോക്കൂ, ലിത്തിയം 3, ലിത്തിയം 3, അപ്പൊ എങ്ങനെ എഴുതാം, 1s2 അല്ലേ വരുന്നേ, ഒരു ഇതില് 2 കയറി, അതിന് ഇതിൽ 1 ബാലൻസ് ഉണ്ട്, 1s2 2s1. രണ്ടാമത്തെ സബ് ഷെല്ലിലെ എസിലെ, അതായത് കെ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓർബിറ്റലില് എസ് എന്ന് പറയുന്ന സബ് ഷെല്ലില് എത്തുണ്ട്, 1 ഉണ്ട്. അപ്പോഴേ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, അത് ബെറീലിയം എന്ന് പറയുന്നത് എന്താണ്, 4 ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1s2 2s2. അപ്പൊ എന്തൊക്കെയായി, ഇവിടെ 2 എസ് സബ് ഷെല്ല് ഓക്കെ ആയി, ഇവിടെ എസ് സബ് ഷെല്ല് ഓക്കെ. അപ്പൊ ഇവിടെ 1s2 2s2. ഇനി ഒരു വലിയ കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്സിജൻ 8 നോക്കൂ, ഓക്സിജൻ എന്ന് പറയുന്നത് എന്താ, 8 ആണ്. ഓക്സിജൻ 8 ആണ് അറ്റോമിക് നമ്പർ ഓക്സിജൻ. ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം, അതായത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാ, 1s2 2s2. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ഷെല്ലില് ആദ്യത്തെ എസില് 2 എണ്ണേ കയറത്തുള്ളൂ, 2 എണ്ണം നമ്മൾ എന്ത് ചെയ്തു, ഫുൾഫിൽ ചെയ്തു. സെക്കൻഡിൽ നമ്മൾ സെക്കൻഡ് ഓർബിറ്റില് സബ് ഷെല്ലില് 2 എണ്ണം വന്നു, 2 ഫുൾഫിൽ ചെയ്തു. അപ്പൊ എന്താണ്, 2 2 is 4. ബാക്കി നമുക്ക് എന്തുണ്ട്, ഇത് 2 2 4 ഉണ്ട്, നമുക്ക് 8 ആണ് വരണ്ടല്ലേ, ഇത് 4 എണ്ണം ബാലൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എൽ ഷെല്ലിൽ ഏതൊക്കെ വരുന്നത്, എസും വരുന്നുണ്ട്, പിയും വരുന്നുണ്ട്. നമ്മൾ എസ് ഇവിടെ എടുത്ത് എഴുതി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ബാലൻസ് ചെയ്താ ഉള്ള പി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ ഷെല്ലില് പിയില്, അപ്പോഴ് 1s2 2s2 2p, നമുക്ക് 6 വരാം, പക്ഷേ നമുക്ക് ഇവിടെ എന്തേ ഉള്ളൂ, 4 ഉള്ളൂ. മനസ്സിലായി? അപ്പൊ നമുക്ക് എങ്ങനെ നോക്ക്, 4 6 8 സബ് ഷെൽ കോൺഫിഗറേഷൻ ആണ് നമ്മളിപ്പം ചെയ്തേ. എന്താണ്, 1s2 2s2 2p. നമുക്കിവിടെ 6 വരെ കയറാം, പക്ഷെ ഇവിടെ 6 ഇല്ല. മനസ്സിലായി? നമുക്കിവിടെ 6 കഴിഞ്ഞിട്ട് വേറെ ഒന്ന് കിട്ടിയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നുകൂടെ എന്ത് ചെയ്യാൻ നോക്കാം. വേറെ ഒന്നിന്റെ ഞാൻ പറഞ്ഞുതരാം. ആർഗൺ 18, ആർഗൺ നോക്കിക്കോ 18. എങ്ങനെ എഴുതാം, 1s2 2s2 അല്ലേ, 2s2 2p. ഇവിടെ നമുക്ക് 6 എഴുതാമല്ലോ, ഇവിടെ 2 4 അല്ലേ എളുപ്പം. ഇവിടെ നമുക്ക് 10 എഴുതാം, ഫുൾ ആവാം. അപ്പൊ ഇവിടെ 10 ആയാലും ഇനി 8 ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഷെല്ല് കഴിഞ്ഞു, നമുക്ക് രണ്ടാമത്തെ ഷെല്ലിന് 8 എണ്ണം കഴിഞ്ഞു. അടുത്ത് നമുക്ക് എഴുതേണ്ട മൂന്നാമത്തെ ഷെൽ മീൻസ് എം ഷെൽ എഴുതണം. അപ്പൊ 3 വരണം, 3s, അവിടെ s2. അപ്പൊ നമുക്ക് 6 7 8 9 10 12 ആയി. അപ്പൊ നമുക്കിനി 6 എണ്ണം കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 3p കൂടെ എഴുതാമല്ലോ, 3p 6.
എം ഷെല്ലിൽ എന്തൊക്കെ വരുന്നുണ്ട്? എസ്, പി, ഡി. നമ്മൾ എന്ത് ചെയ്തു? മൂന്നാമത്തെ ഷെല്ലിൽ എസ് എഴുതി, നമുക്ക് പിയില് 6 നമ്മൾ വച്ചു. അപ്പൊ 6 + 2 8, 8 + 2 10, 12, 18. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്തോന്ന് എഴുതേണ്ടേ? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നുണ്ട്, നമുക്ക് ഒരു ഷെല്ല് എടുത്താൽ അല്ലെങ്കിൽ ഒരു ഓർബിറ്റ് എടുത്താൽ അതിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. നമുക്ക് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ ഒക്കെ കണ്ടുപിടിക്കാൻ അറിയാം നമുക്ക്. പക്ഷെ ഇതെന്താണ്, ഒരു മൂലകം തന്നിരുന്നാൽ അതിന്റെ മാസ് നമ്പർ, അറ്റോമിക് നമ്പർ ഉണ്ടായിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആറ്റത്തിന്റെ ബോർ മാതൃക നമുക്ക് വരയ്ക്കാൻ നമ്മൾ പഠിച്ചു അല്ലേ? ഓരോന്നും ഞാൻ നേരത്തെ പഠിപ്പിച്ചല്ലോ, ബോർ മാതൃക വരയ്ക്കാൻ പഠിച്ചു. പിന്നെ നമ്മൾ എന്താണ്, കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുന്നത്? സബ്സ് ഷെല്ല് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോൺഫിഗറേഷൻ ചെയ്യുന്നത്. ഇതിലെ ക്വാണ്ടം നമ്പേഴ്സ്, ഫസ്റ്റ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് നമുക്കുള്ളത് അസിമുതൽ ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ n ആണ്. n = 1. ഫസ്റ്റ് ഓർബിറ്റിൽ n = 1, സെക്കൻഡ് ഓർബിറ്റിൽ n = 2, തേർഡ് n = 3. ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത് നമുക്ക് അസിമുതൽ ക്വാണ്ടം നമ്പേഴ്സ് വരുമ്പോൾ L എന്ന് വെച്ചാൽ എന്താണ്? അസിമുതൽ ക്വാണ്ടം നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? L എന്ന് പറയുന്ന നമ്പറാണ്. അതിൽ നമുക്ക് വരുന്നതാണ് S = L0, P = L = 1, SP, D = L = 2. ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? സബ്ഷെൽ വ്യത്യാസം വരുന്നത്. അതായത് അസിമുതൽ ക്വാണ്ടം നമ്പേഴ്സിൽ എന്താണ്? L ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് L = 0, L = 1, L = 2. ഇങ്ങനെ വരുമ്പോൾ എന്താണ്? SPDF, അതായത് സബ്ഷെല്ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസിമുതൽ ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ ഡെറിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്ന് വെച്ചാല് ക്വാണ്ടം നമ്പേഴ്സ്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് റെപ്രസെന്റ് M1 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാല് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് നമ്മളിപ്പം പറഞ്ഞില്ലേ, ഇപ്പോ 2 നമ്പർ ആണ് ഉള്ളത്. പക്ഷെ ഇതിന്റെ ഡെസിമൽ വാല്യൂ -2 പോസിറ്റീവ്. അതായത് n = 1 എന്നിരിക്കട്ടെ നമ്മുടെ ഫസ്റ്റ് ഓർബിറ്ററിന്റെ. അതിന്റെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ +1 മുതൽ -1 വരെ. അതായത് എന്തൊക്കെ വരും? +1, 0, -1. ഓക്കെ, അതായത് n = 2. അതിന്റെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് എന്തായിരിക്കും? -2. നമ്മൾ +2 എടുത്ത് തുടങ്ങണം. 2, 1, 0, -1, -2. അതായത് -1 ഡെസിമൽ, അതായത് ഡെസിമൽ വാല്യൂ പോസിറ്റീവിലും നെഗറ്റീവിലും നമുക്ക് എന്ത് ചെയ്യണം? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സിൽ പറയണം. അപ്പോൾ 3 തരത്തിലുള്ള ക്വാണ്ടം നമ്പേഴ്സ് ആണ്. ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്, അസിമുതൽ ക്വാണ്ടം നമ്പേഴ്സ് ആൻഡ് നമ്മളിപ്പോ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ്. ഇതില് ഫസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് n ആണ്. അത് n = 1, n = 2, n = 3. അത് മീൻസ് ഒരു ഫസ്റ്റ് ഓർബിറ്റിനെ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു KLN മെൻഷൻ, അത് തന്നെയാണ്. എന്താണ്? ഫസ്റ്റില് KL 2 എണ്ണം ചെയ്യാൻ പറ്റും. രണ്ടാമത്തേല് 8, മൂന്നാമത്തേല് 18, നാലാമത്തേല് 32. അത് മുതൽ ഓക്കെ. അസിമുതൽ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വെച്ചാൽ മെയിൻ ഓർബിറ്റിനെ സബായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവിഷൻ ചെയ്യുന്നു. SPDF. ഓക്കെ, അതിൽ S വരുന്നത് എന്താണ്? അസിമുതൽ ക്വാണ്ടം നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ L ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? S = L = 0, S = L = 1. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സിനെ റെപ്രസെന്റേഷൻ ചെയ്യുന്നത് M1 എന്നാണ്. അത് നമുക്ക് വരുമ്പോഴത്തേക്ക് പ്ലസ് ഡെസിമൽ വാല്യൂ -2 വരും. അതായത് n = 3 ആണെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് വരുമ്പോൾ എങ്ങനെ വരും? നമുക്ക് +3 ആണെങ്കിൽ 3, 2, 1, 0, -1, -2, then last one is -3. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സിൽ വരുന്നത്. ഓക്കെ, ഇത് 3 ടൈപ്പ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആണ്. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് അതിൽ ഒരു ചെറിയ പോർഷൻ ഉള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അതൊരു ചെറിയ പോർഷനാണ്, അതുകൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രിസം ഉണ്ടല്ലോ, അതിന് ചില എക്സ്പെരിമെന്റ് ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്കറിയാം, ഒരു പ്രകാശം ഒരു ബിന്ദുവിൽ കൂടി അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ കൂടി കടന്നു പോകുമ്പോൾ പലതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വികിരണം സംഭവിച്ച് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഫസ്റ്റ് നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രിസം നടുക്ക് വയ്ക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ നമുക്ക് ഒരു മിനിറ്റ്
നമുക്ക് ഫസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് വയ്ക്കേണ്ട ഇൻകാൻഡസെന്റ് ബൾബ് ഉണ്ടല്ലോ, സാധാരണ നമ്മുടെ മഞ്ഞ പ്രകാശമുള്ള ആ ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രകാശത്തെ, അതായത് ഒരു പ്രിസത്തിലൂടെ കടത്തിവിടുന്നുണ്ട്. ആ പ്രിസത്തിൽ നിന്ന് അത് എന്ത് വേറൊരു മാധ്യമം നമ്മൾ വേറൊരു വച്ചിട്ടുണ്ട്. എന്താണ് പ്രകാശം കടന്നു പോകുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് അറിയാം. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇന്നസെന്റ് അതിൽ നിന്ന് പ്രകാശം പ്രിസത്തിലൂടെ കടന്ന് അപ്പുറത്തെത്തുമ്പോഴത്തേക്കാണ് ഒറ്റ പ്രകാശമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കടത്തിവിടുന്നത്. പക്ഷെ പ്രിസത്തിലോട്ട് എത്തുമ്പോഴത്തേക്ക് അതെന്താണ് പലതായിട്ട് ഡിവിഷൻ ചെയ്ത് പോകുന്നുണ്ട്. അതിൽ പക്ഷെ കാണുന്നത് വിബ്ജിയോ കളറിൽ പലതായിട്ട്, അതായത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോ കളറിൽ ഒരു സ്പേസും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതായത് ഒരേ ഫ്രീക്വൻസി, ഒരേ വേവ് ലെങ്തിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഇടതടവില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ കാണുന്നതിനും നമുക്ക് എന്ത് പറയുന്നുണ്ട്, ലയൻ സ്പെക്ട്രം അല്ല കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ വിബ്ജിയർ കഴിഞ്ഞ ഉടനെ, അതായത് ഒരു സ്പേസിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ കളേഴ്സ്, ആ സ്കേറ്റേൺ ചെയ്ത റേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെ കണ്ടിന്യൂസ് റേസ് എന്ന് പറയുന്നുണ്ട്. അടുത്ത ഈ ഒരു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്ലൂറസെന്റ് ലാമ്പ് ഇതേ സെയിം പ്രിസത്തിലൂടെ നമുക്ക് കടത്തി വിടുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും, ചെറിയ ലയൻ ആയിട്ട് ചിലപ്പോൾ ഒരു വയലറ്റ് വന്ന് കുറച്ച് സ്പേസ് കഴിഞ്ഞിട്ട് ഇൻഡിഗോ കാണത്തില്ല, ചിലപ്പോൾ റെഡ് വരും. ഇങ്ങനെ ചില റേസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതിനർത്ഥം എന്താണ്, അവിടെ എത്തിയപ്പോഴത്തേക്കും പ്രിസം എന്ത് ചെയ്തു, ആ കിരണങ്ങളെ വലിച്ചെടുത്ത് ഒരു ലയനായിട്ട് മാറ്റി ചെയ്തു, ആഗിരണം ചെയ്തു അല്ലെ. അപ്പൊ അതിന് നമുക്ക് പറയുന്ന പേര് ലയൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് തരത്തിൽ സ്പെക്ട്രം ഉണ്ട്. ഏതൊക്കെയാണ്, കണ്ടിന്യൂസ് സ്പെക്ട്രം ആൻഡ് ലയൻ സ്പെക്ട്രം. കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ പ്രകാശകിരണം കടത്തി വിടുമ്പോഴത്തേക്ക് കറക്റ്റ് ഓർഡറിലോട്ട് കറക്റ്റ് ആയിട്ട് ഒരു സ്പേസ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് കാണാൻ പറ്റും. ഇതിനെയാണ് എന്ത് പറയുന്നത്, കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ലയൻ സ്പെക്ട്രം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ കടത്തി വിടുമ്പോ പ്രകാശം എന്താണ് പലതായിട്ട് ലൈൻ മാതിരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ലയൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ചെറിയൊരു പോർഷൻ നിങ്ങൾ സ്പെക്ട്രത്തെ കുറിച്ച് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ SPDF പറഞ്ഞില്ല, സബ്ഷെല്ലിന് അതിന് ഷേപ്സ് ഉണ്ട് കേട്ടോ. എസിന്റെ ഷേപ്പ് എന്താ, സ്പെറിക്കൽ ഷേപ്പ് ആണ്. ഓക്കെ, എസിന്റെ ഷേപ്പ് എന്താ, സ്പെറിക്കൽ ഷേപ്പ് ആണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പറഞ്ഞു സബ്ഷെൽസ് ഏതൊക്കെയാണ്, SPDF. ഓക്കെ, റൈറ്റ്. ഇതിലെ എസ് എന്ന് പറയുന്നത് ഒരു സ്പെറിക്കൽ ഷേപ്പ് ആണ്. സബ്ഷെല്ലിലെ എസ് എന്ന് പറയുന്ന സ്പെറിക്കൽ ഷേപ്പ് ആണ്, മീൻസ് സാധാരണ ഇത്രയേ ഉള്ളൂ, സ്പെറിക്കൽ. ഓക്കെ, നമുക്കിതിനെ ചിലവർ ഡിനോട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. ഓക്കെ, ഇതാണ് എന്തോ നിങ്ങൾ ഫസ്റ്റ് പറയുമ്പോ എസിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വരയ്ക്കേണ്ട. ഷേപ്പ് ഓഫ് എസ് സബ്ഷെല്ലിന്റെ എന്താണ്, സ്പെറിക്കൽ ഷേപ്പ്. നമുക്ക് പിയുടെ ഷേപ്പ് എന്താ നോക്കിക്കോളൂ. നമുക്ക് അതിനെ PX, PY, PZ വരയ്ക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് ആംഗിൾ സെലക്ട് ചെയ്യുന്നു അല്ലെ. ദിസ് ഈസ് എക്സ്, റൈറ്റ്, വൈ, ദെൻ ഇസഡ്. നമ്മളോട് PX വരയ്ക്കാൻ പറഞ്ഞ ഇവിടെ നിന്നാ വരയ്ക്കുന്നത്, PX. ദിസ് ഈസ് എ PX. ഓക്കെ, ഇത് PX. ദെൻ PY എങ്ങനെ വരയ്ക്കും, ഇത് നമ്മൾ എടുത്തു എക്സ് സബ്ഷെല്ല്, വൈ ഇസഡ്. പി എങ്ങനെ വരയ്ക്കും, വൈ അല്ലേ, ഇതെന്താ വൈ, ഇതിനെ പറയണ PY. അടുത്ത PZ വരച്ചു, ആംഗിൾ വരച്ചു, ഇസഡ്, എക്സ്, വൈ. നമുക്ക് PZ എന്താ ഇവിടെ അല്ലേ, ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇതാണ് സബ്ഷെൽ. എന്താണ് ഫസ്റ്റ് എസിന്റെ സബ്ഷെലിന്റെ ഷേപ്പ് എന്താ, സ്പെറിക്കൽ ഷേപ്പ്. രണ്ടാമത്തെ ഡംബൽ ഷേപ്പ് എന്താണ്, പി ഷേപ്പിന്റെ ഷേപ്പ് ഏതാ, ഡംബൽ. അപ്പോൾ SPI D എന്ന് വെച്ചാൽ ഡബിൾ ഡംബൽ ആണ്, ട്രിപ്പിൾ ഡംബൽ, ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള എസിന്റെ ഷേപ്പ് എന്താ, സ്പെറിക്കൽ ഷേപ്പ്. ഇങ്ങനെയാണ് നമുക്ക് അത് ഡിനോട്ട് ചെയ്യുന്നത്. അത് പി നമുക്ക് മൂന്ന് രീതിയിൽ നമുക്ക് വരയ്ക്കാം, ആക്സിസ് വെച്ചിട്ട് PX, PY, PZ. ഓക്കെ, അപ്പോൾ പിയുടെ ഷേപ്പ് എന്താ,
ഡംബൽ ഷേപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിലുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്ത് പോവാം. ലാസ്റ്റ് നമ്മളിത് പഠിച്ച ചാപ്റ്ററിന്റെ പേര് അറ്റോമിക് സ്ട്രക്ചർ എന്നാണ്. അതായത് ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ ആണ്. ഈ ആറ്റത്തിൽ എന്തൊക്കെയാണുള്ളത്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ കാണും. അതിന് പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത ചാർജ്, അതായത് ന്യൂട്രൽ ചാർജ് ഉണ്ട്. പിന്നെ ഇത് കണ്ടുപിടിച്ചവരെ പറ്റി പഠിച്ചു. നമ്മൾ അറ്റോമിക് നമ്പർ പഠിച്ചു, മാസ് നമ്പർ പഠിച്ചു, ഐസോടോപ്സ് പഠിച്ചു, ഐസോ ബാർ പഠിച്ചു. പിന്നെ നമ്മൾ എങ്ങനെയാണ് അതിലെ പ്രോട്ടോ, ന്യൂട്രോൺ, ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ 3 മോഡൽസ് പഠിച്ചു. തോംസൺ മോഡൽ പഠിച്ചു, റുദർഫോർഡ് മോഡൽ പഠിച്ചു, ബോർ മാതർ പഠിച്ചു. പിന്നെ നമ്മൾ ക്വാണ്ടം സിദ്ധാന്തം, അതായത് ക്വാണ്ടം നമ്പേഴ്സ് പഠിച്ചു. N പഠിച്ചു, L പഠിച്ചു, M1 പഠിച്ചു. ക്വാണ്ടംസിലെ പ്രിൻസിപ്പൽ ക്വാണ്ടംസ് ഉണ്ട്, അസിമുത്തിക്കൽ ക്വാണ്ടംസ് ഉണ്ട്, പിന്നെ മാഗ്നറ്റിക് ക്വാണ്ടം ഉണ്ട്. അതെല്ലാം നമ്മൾ പഠിച്ചു. പിന്നെ എന്ത് ചെയ്തു? നമ്മൾ ഷെൽ, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, മെയിൻ ആയിട്ട് ഷെല്ലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓർബിറ്റ് KLM എന്ന് പറഞ്ഞ മെയിൻ ഓർബിറ്റ് ഷെല്ല് പഠിച്ചു. അതിലുള്ള സബ് ഷെൽ എന്താണ്? Kയില് 1 കാണുന്നു, S സബ് ഷെല്ല്, Lല് SP കാണുന്നു, Nല് SPD കാണുന്നു, ലാസ്റ്റ് Nൽ എന്തോന്ന് കാണുന്നു? SPDF കാണുന്നു. ഇതിന്റെ ഷേപ്പുകൾ നമ്മൾ പഠിച്ചു. എസിന്റെ ഷേപ്പ് എന്താണ്? സ്പിറിക്കൽ ഷേപ്പാണ്. SP ഡംബൽ ഷേപ്പ്, ഡബിൾ ഡംബൽ ഷേപ്പ് SDF, അതുപോലെ ട്രിപ്പിൾ ഡംബൽ ഷേപ്പാണ് പഠിച്ചു. ഓക്കെ, പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പിന്നെ ഒരു പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നതിന്റെ തരംഗ ദൈർഘ്യം, ആവൃത്തി, വെലോസിറ്റി, വേവ് ലെന്ത്, വേവ് നമ്പർ, ഇതിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും എന്ത് വരുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഒരു ഇലക്ട്രോണിക് ഒരു മാഗ്നറ്റുമായിട്ട് കമ്പയർ, അതായത് നമ്മൾ പഠിച്ച എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ സ്പെക്ട്രത്തിന് എന്ത് സംഭവിച്ചിരിക്കുന്നു? നമുക്ക് 2 തരത്തിലുള്ള സ്പെക്ട്രം നമുക്ക് കാണാൻ പറ്റും, കണ്ടിന്യൂസ് സ്പെക്ട്രം ആൻഡ് ലൈൻ സ്പെക്ട്രം. ഓക്കെ, കണ്ടിന്യൂസ് സ്പെക്ട്രത്തിൽ എന്താണ്? നമ്മുടെ വിബ്ജിയോർ കളേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് സ്പേസ് ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഉള്ളത് ലൈൻ സ്പെക്ട്രത്തിൽ കുറെ കളേഴ്സ്, അതായത് കുറെ റേസ് നമുക്ക് മാറ്റിയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കേട്ട് കറക്റ്റ് ആയിട്ട് നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞു തരുന്നതായിരിക്കും. മടി കൂടാതെ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക? ക്ലാസ് അറ്റൻഡ് ചെയ്ത് കാണുക. ടെക്സ്റ്റ് ഉള്ളവരൊന്ന് റെഫർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് കെമിസ്ട്രിയിലെ അടുത്ത തിയറി ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.